സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ആരോഗ്യ വകുപ്പിന്റെ സ്റ്റാളുണ്ട്. ആരോഗ്യമുള്ള ജീവിതത്തിന്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. നിരവധി ആളുകളാണ് ദിവസേന സ്റ്റാളിലെത്തുന്നത്. വിശേഷങ്ങൾ കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ആരോഗ്യ വകുപ്പിന്റെ ഒരു സ്റ്റാളുണ്ട്. അവയർനെസ് അടക്കമുള്ള കാര്യങ്ങളാണ് സ്റ്റാളിൽ ലഭ്യമാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആരോഗ്യ കേരളം DPM ആയിട്ടുള്ള ഡോക്ടർ സജീവ് കുമാർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ചോദിക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവം നമ്മുടെ തെക്കിൻകാട് മൈതാനത്ത് നടക്കുമ്പോൾ ആരോഗ്യവകുപ്പ് വൈഫ് ഫോർ വെൽനസ് എന്ന ഒരു ക്യാമ്പയിനുമായിട്ട് എത്തുകയാണ്. ഈ വർഷം തുടക്കത്തിൽ ആരോഗ്യവകുപ്പ് കൊണ്ടുവന്ന ഒരു ക്യാമ്പയിനാണ്. നമ്മൾ എന്ത് രോഗം വന്നാലും അത് നിയന്ത്രിക്കണമെങ്കിൽ കൃത്യമായ ഭക്ഷണം, കൃത്യമായ വ്യായാമം, കൃത്യമായ പരിപാലനം, അതുപോലെ കൃത്യമായ ഉറക്കം എന്ന 4 മെസ്സേജുകളാണ് നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ കൊണ്ടുവരുന്നത്. ഈ സ്റ്റാളിൽ നമ്മൾ ചെറിയ ചെറിയ ഗെയിമുകളും അതുപോലെ തന്നെ ആരോഗ്യ സന്ദേശങ്ങളും ഒക്കെയാണ് നൽകുന്നത്. ഈ ഗെയിം ജയിക്കുന്നവർക്ക് ചെറിയ ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ധാരാളം പേർ ഈ ആരോഗ്യ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് അത് പകർത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ നല്ല രീതിയിൽ ഇത് ഏറ്റെടുക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ കലാപ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്നു. വൈഫ് ഫോർ വെൽനസുമായി ആരോഗ്യവകുപ്പും ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്നാണ് പറയാനുള്ളത്. ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ ഇത് തുടങ്ങിയ 14-ാം തീയതി വൈകുന്നേരം തൊട്ട് ഇത് ഇവിടെ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും രാജൻ മിനിസ്റ്ററാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ വിവിധ ജനപ്രതിനിധികളും ഒക്കെ ഇവിടെ എത്തുകയുണ്ടായി. വിദ്യാർത്ഥികളും വിവിധ ജില്ലകളിൽ നിന്നുള്ള ധാരാളം പേർ ഈ സ്റ്റാൾ സന്ദർശിക്കുകയും അവർക്ക് ഈ ഗെയിമുകളിലൊക്കെ അവർ പങ്കെടുക്കുന്നു. അവർക്ക് വൈഫ് ഫോർ വെൽനസിന്റെ ചെറിയൊരു മെമ്മറി ഉള്ള ഒരു കീ ചെയിൻ ഞങ്ങൾ സമ്മാനമായി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രത്തിൽ വന്ന ഇതിന്റെ സന്ദേശങ്ങളും ഒക്കെ അവർക്ക് കൈമാറുന്നുണ്ട്. അവർ വലിയ ആവേശത്തോടു കൂടിയാണ് അത് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ വളർച്ച കൂടുതലുള്ള ഒരു കാലമാണ്. കുട്ടികളടക്കമുള്ളവർ ഫാസ്റ്റ് ഫുഡിന് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ അത് മാത്രം കഴിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വൈഫ് ഫോർ വെൽനസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഭക്ഷണങ്ങളൊക്കെ ഹോട്ടലുകളിലും മറ്റുമൊക്കെ വരുന്നത്. പക്ഷേ ആ ഭക്ഷണം എത്ര ആരോഗ്യകരമാണ് എന്ന് കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ വ്യക്തിയും അവരുടെ ശരീരത്തിനനുസരിച്ചുള്ള ഭക്ഷണശീലങ്ങളാണ് നാം അതിലേക്കാണ് പോകേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണശീലങ്ങൾ മാത്രം പോരാ, അതിനോടനുബന്ധിച്ചുള്ള വ്യായാമവും കായികമായിട്ടുള്ള ക്ഷമതയും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ ഉറക്കവും പ്രധാനമാണ്. ഇതെല്ലാമാണ് നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കൃത്യമായ ആരോഗ്യ ശീലങ്ങൾ നാം അനുവർത്തിക്കണമെന്നും നമ്മൾ ഈ സന്ദേശങ്ങളിലൊക്കെ ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആരോഗ്യ വകുപ്പിന്റെ ഈ സ്റ്റാൾ എല്ലാവർക്കും സന്ദർശിക്കാവുന്നതാണ്. ഉത്തരവാദിത്ത കലോത്സവത്തിന് ആരോഗ്യം കൂടി ചിന്തയാവട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശൂർ.